നമസ്കാരം. ഇത് തച്ചുകൊണ്ട് വാ, അത് കണ്ടിട്ട് തീരുമാനിക്കാം എന്നായി ഗോപികൃഷ്ണൻ. പിറ്റേന്നാൾ ഭംഗിയായി ഒരു ഷർട്ടും പാൻസും നല്ല ഫാഷനിൽ തച്ച് ആ പയ്യൻ കൊണ്ടുവന്നു. ഗോപികൃഷ്ണന് ഇഷ്ടമായി. അയാളെ പ്രിൻസിപ്പാൾ ഒളിവിൻ്റെ വസ്ത്രാലങ്കാരകനാക്കി. ആ സുരേന്ദ്രനാണ് പ്രശസ്തനായ ഇന്ദ്രൻസ്. ചെമ്പഴന്തിയിലായിരുന്നു ലൊക്കേഷൻ. ഒരു പേരെടുത്ത ട്യൂട്ടർ കോളേജ് ചിത്രീകരണത്തിനായി മഹാമനസ്കനായ അതിൻ്റെ ഉടമസ്ഥൻ നൽകി. ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോയി നന്നായി മനസ്സറിഞ്ഞ് ഗോപികൃഷ്ണൻ പ്രാർത്ഥിച്ചു. സംവിധായകൻ്റെ കൂടെ ജഗദീഷ് കുമാറും കൂടെ ചെന്നു ഗുരുദേവനെ പ്രാർത്ഥിക്കാനായിട്ട്. തിരിച്ച് റോഡിൽ നടന്ന് ലൊക്കേഷനായ ട്യൂട്ടോറിലേക്ക് വരുമ്പോൾ ജനം കൂടി. ജനങ്ങൾ ആർത്ത് വിളിച്ചു. സന്തോഷത്തിലാണോ സിനിമാക്കാരനായതിൽ ഒന്നാക്കാനാണോ എന്നുണ്ടെങ്കിൽ ജഗതിയെ നോക്കി അവർ കൂകി. കൂകൽ കളിയാക്കലിൻ്റെ ടോണുണ്ട് എന്ന് ജഗതിക്ക് തോന്നി. കൂകിയവരെ നോക്കി ജഗതി മുണ്ടുനോക്കി കാണിച്ചു. വല്ല കാര്യമുണ്ടെന്നല്ല ചോക്കടെ. കൂകിയവരെ നോക്കി കവല, നമ്മളെ മൂന്നാം പക്കം എന്ന് പറഞ്ഞ സിനിമയിൽ കവല കാണിക്കുന്ന അതേ പരിപാടി. ജനം ഇളകി. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ ഉടുതുണി പൊക്കി കാണിച്ച ജഗതിയെ വച്ച് ഇവിടെ ഷൂട്ടിംഗ് നടത്തുന്ന കാര്യം ചിന്തിക്കേ വേണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു. നാട്ടുകാരനായ ട്യൂട്ടർ കോളേജ് ഉടമ രാമചന്ദ്രൻ സാറും ചെമ്പഴന്തി SN കോളേജിൽ പഠിച്ച ഗോപികൃഷ്ണനും കൂടി അനുനയ ചർച്ചകൾ നടത്തിയിട്ടേ ചിത്രീകരണം അനുവദിച്ചുള്ളൂ. നാട്ടുകാർ 2-3 പേർ ചേർന്ന് ഒരു സിനിമ തട്ടിക്കൂട്ടാം എന്ന് പറഞ്ഞ് പലരും എന്നെ സമീപിച്ചപ്പോഴൊക്കെ ഞാനത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. വെറുതെ പൊങ്ങച്ചം പറയല്ല. ഞങ്ങൾ 3 പേരും കൂടെയാണ് പാർട്ണർ, ഞങ്ങൾ 3 പേരും കൂടെ ചെയ്യാം, പൈസ ഉണ്ട് ഞങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു. ഒരാളെയും ഞാൻ കൈ കൊടുത്തിട്ടില്ല. ജ്യേഷ്ഠ അനുജന്മാർ പോലും ഒരു മനസ്സോടെ നിൽക്കാത്ത ഈ നാട്ടിൽ വ്യത്യസ്ത ജീവിത പശ്ചാത്തലവും വ്യത്യസ്ത സ്വഭാവവും ഉള്ള 3 പേർ ചേർന്നാൽ അത് നിലനിൽക്കണമെന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുത്തൻ തെക്കോട്ട് പോകുമ്പോൾ മറ്റൊരുത്തൻ കിഴക്കോട്ട് പോകും, മൂന്നാമൻ നിന്നിടത്ത് തന്നെ നിൽക്കും. എങ്ങനെ അങ്ങനെയുള്ള 3 പേരെ വെച്ചുകൊണ്ട് ഒരു സിനിമ പിടുത്തം നന്നാവും? എങ്ങനെ പൂർത്തിയാക്കും? നടക്കില്ല. ജയൻ അഭിനയിച്ച് പൂർത്തിയാക്കി സെൻസറിങ് കഴിഞ്ഞ് റിലീസിങ് ഡേറ്റ് നിശ്ചയിച്ച് പത്രങ്ങളിൽ പരസ്യമൊക്കെ കൊടുത്ത സിനിമയായിരുന്നു പഞ്ചപാണ്ഡവർ. കൂട്ടുകാർ തമ്മിൽ, പാർട്ണർമാർ തമ്മിൽ തെറ്റിയപ്പോൾ ആ പടം റിലീസ് ചെയ്യാൻ പറ്റിയില്ല. MG എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത, പിന്നീട് മാദക നർത്തകിയായിട്ടൊക്കെ മാറിയ അനുരാധ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന എവിടെയോ ഒരു ശത്രു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പണിയും പൂർത്തിയാക്കി സെൻസറിങ്ങും കഴിഞ്ഞ ശേഷം ആ പടം ഇതുവരെ തിയേറ്ററിൽ വന്നിട്ടില്ല. ആ കഥ എടുത്തിട്ടാണ് 7ാം വരവെന്ന് പറഞ്ഞ് വീണ്ടും MG സ്ക്രിപ്റ്റൊക്കെ തിരുത്തി ഹരിഹര സാർ സംവിധാനം ചെയ്ത് 7ാം വരവ്. ഗോപികൃഷ്ണൻ പ്രിൻസിപ്പൽ ഒളിവിൽ കഥയും തിരക്കഥയും എഴുതി തീർന്നപ്പോൾ അത് ഞാൻ നിർമ്മിക്കാം എന്ന് പറഞ്ഞു വന്ന സുഹൃത്തായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ കെമിസ്ട്രി അധ്യാപകൻ. ഒരു സിനിമ എടുക്കാനുള്ള അടങ്ങാത്ത മോഹമുണ്ട് ഗോപാലകൃഷ്ണൻ നായർക്ക്. എന്നാൽ ഒരു സിനിമ പൂർത്തീകരിക്കാൻ വേണ്ട തുക അദ്ദേഹത്തിൻ്റെ ഇല്ല. ഒരു പാർട്ട്ണർ കൂടി ഉണ്ടായാൽ ഓക്കെ. അങ്ങനെയാണ് PWD കോൺട്രാക്ടറായിരുന്ന KP ശശി പങ്കാളിയായത്. ചിലവിൻ്റെ 60% KP ശശി ഇടും, 40% ഗോപാലകൃഷ്ണൻ നായർ ഇടും എന്നാണ് അവർ തമ്മിലുണ്ടായിരുന്ന ധാരണ. അങ്ങനെ പടം ചിത്രീകരിച്ച് തീർത്തു. അക്കാലത്ത് കേരളത്തിലെ വിതരണക്കാരിൽ, നിർമ്മാതാക്കളിൽ പേരുകേട്ട ഒരാളായിരുന്നു റോയൽ ഫിലിംസ് അച്ചൻകുഞ്ഞ്. സ്വന്തമവിടെ ബന്ധമവിടെ, ഇതാ ഇന്നു മുതൽ, പൊന്ന് തുടങ്ങി കുറേ സിനിമകൾ നിർമ്മിച്ച ബാനറാണ് ഈ പറയുന്ന റോയൽ ഫിലിംസ്. അവർ വിതരണക്കാരുമാണ്. റോയൽ അച്ചൻകുഞ്ഞ് പ്രിൻസിപ്പൽ ഒളിവിൽ വിതരണത്തിനെടുത്തു. ഒരു അധ്യാപകൻ കൂടിയായതിനാൽ ഗോപാലകൃഷ്ണൻ നായർ അധിക സമയമൊന്നും സിനിമയുടെ പിന്നാലെ ഉണ്ടായിരുന്നില്ല. എന്നാൽ KP ശശി ഫുൾ ടൈം ഷൂട്ടിങ്ങിനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. KP ശശിയെയും ഗോപികൃഷ്ണനെയും വിശ്വാസവുമായിരുന്നു ഗോപാലകൃഷ്ണൻ നായർക്ക്. KP ശശി അച്ചൻകുഞ്ഞുമായി പെട്ടെന്ന് അടുത്തു. സിനിമ തീർന്നപ്പോൾ പോസ്റ്ററുകളിൽ അടക്കം നിർമ്മാതാവായി KP ശശിയുടെ പേര് മാത്രമേ വന്നുള്ളൂ. സ്വാഭാവികമായും
നിർമ്മാതാക്കൾ തമ്മിൽ തെറ്റി എന്ന് പറയണ്ടല്ലോ, തെറ്റി. ഗോപാലകൃഷ്ണൻ നായർ പ്രിൻസിപ്പൽ ഒളിവിൽ റിലീസ് ചെയ്യുന്നതിനെതിരെ സ്റ്റേ വാങ്ങിച്ചു, നിർമ്മാതാവ് എന്ന് സ്റ്റേ വാങ്ങിച്ചു. KP ശശിയും പെട്ടു, റോയൽ അച്ചൻകുഞ്ഞും പെട്ടു, നവാഗതനായ സംവിധായകൻ കൂരിരുട്ടിലുമായി. പടം തിയേറ്ററിൽ ഓടട്ടെ, മുടക്കിയ കാശിങ് തന്നേക്കാമെന്ന് KP ശശിയുടെ മുട്ടാപ്പോക്ക് ന്യായമൊന്നും ഗോപാലകൃഷ്ണൻ നായർ ചെവിക്കൊണ്ടില്ല. പോസിറ്റീവിൽ പേര് വയ്ക്കുക, പോസ്റ്ററിൽ പേര് വയ്ക്കുക, മുടക്കിയ കാശ് റിലീസിന് മുമ്പ് തിരിച്ചു തരിക, എന്നാൽ മാത്രമേ റിലീസിനായി കേസ് പിൻവലിക്കൂ എന്നായി ഗോപാലകൃഷ്ണൻ നായർ. ഗോപീഷൻ കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്തതിന് പ്രതിഫലം കൊടുക്കണമല്ലോ. ആ പ്രതിഫലത്തിൻ്റെ കൂടെ ബാക്കി തുക കൂടിയിട്ട് ഗോപാലകൃഷ്ണൻ നായർക്ക് കൊടുക്കാൻ സംവിധായകൻ നിർദ്ദേശിച്ചു. വിതരണക്കാരൻ അത് ചെയ്തു, പ്രശ്നം പരിഹരിച്ചു. പടം വലിയ വിജയമായി തിയേറ്ററുകളിൽ. പക്ഷേ പടം വിജയിച്ചിട്ടും ഗോപീഷനെ തിരക്കി പുതിയ ഒരു പടം ചെയ്യാൻ ആരും വന്നില്ല. ഒരു ഗ്രൂപ്പിലും പെടാത്ത തൻ്റെ പ്രശ്നമാണ് അതെന്ന് ഗോപികൃഷ്ണൻ പറയും. ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടവർക്കേ സിനിമ ഉണ്ടാവുകയുള്ളൂ, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും കിട്ടുകയുള്ളൂ. അതാ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, സംവിധായകൻ്റെ നാട്ടിലുള്ള ആൾ തന്നെ, ലക്ഷങ്ങൾ കൈവശമുള്ള ധാരാളിയായ ഒരു പണക്കാരനൊന്നുമല്ല. പക്ഷെ അയാളുടെ കയ്യിൽ നല്ല സ്വാധീനമുള്ള ഒരു സ്വാമിയുണ്ട് കൂടെ, സ്വാമി അരുൾദാസ്. നല്ല പിടിപാടുള്ള ആളാണ് ഈ സ്വാമി. സിനിമയോട് ഈ പയ്യന് വലിയ മോഹം, എന്താ പറയുക, അത് അദ്ദേഹത്തിന് മനസ്സിലായി. അരുൾദാസിൻ്റെ സപ്പോർട്ട് ഈ പയ്യനെ സിനിമയിലേക്ക് അടുക്കാൻ പ്രേരിപ്പിച്ചു. സംവിധായകനെയും കൂട്ടി ഈ നിർമ്മാതാവ് പയ്യൻ അരുൾദാസിൻ്റെ അടുത്ത് ചെന്നു സംസാരിക്കുന്നു. നമുക്ക് സിനിമ തുടങ്ങാം, ബാക്കിയെല്ലാം ഞാൻ ഏറ്റുമെന്ന് അരുൾദാസ് ഉറപ്പ് കൊടുത്തു. ആദ്യഘട്ടം പാട്ട് റെക്കോർഡിംഗ്. ഇത്തവണ സംവിധായകൻ തന്നെ പാട്ടെഴുതി. ജെറി അമൽദേവായി ഇത്തവണത്തെ സംഗീത സംവിധായകൻ. സംവിധായകനും നിർമ്മാതാവും മദ്രാശിയിലെത്തി. അതിനു മുന്നേ തന്നെ അരുൾദാസ് മദ്രാസിലെത്തി. ജെറി അമൽദേവ് വന്നു. 4 പാട്ടുകൾക്ക് ട്യൂണിട്ടു. സംവിധായകൻ പാട്ടുകൾ എഴുതി. AVM സ്റ്റുഡിയോയിൽ റെക്കോർഡ് നിശ്ചയിച്ചു. അരുൾദാസ് യേശുദാസിനെയും ചിത്രയും വരുത്തി പാടിച്ചു. അരുൾദാസ് വിളിച്ചുകൊണ്ട് മാത്രമാണ് വന്നത്. പാടിക്കഴിഞ്ഞപ്പോൾ 10 പൈസ യേശുദാസും വാങ്ങിയില്ല, ചിത്രയും വാങ്ങിയില്ല. കാരണം അരുൾദാസ് എന്ന് പറഞ്ഞ സ്വാമി അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നും നിൻ്റെ ഓർമ്മകളിൽ എന്നായിരുന്നു ചിത്രത്തിന് പേരിട്ടത്. എന്നും നിൻ്റെ ഓർമ്മകളിൽ. ഒരു പുതുമുഖ നായിക കിട്ടുമോ എന്ന് അരുൾദാസിനോട് ഗോപികൃഷ്ണൻ തിരക്കി. തുടക്കക്കാരിയായ അതിസുന്ദരിയായ സീതയെ സ്വാമി പരിചയപ്പെടുത്തി കൊടുത്തു. സ്വാമിമാരുടെ ഒരു ജോലി എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പല പല നമ്പറുകൾ കാണിച്ച് സ്വാമി നിമിഷ നേരം കൊണ്ട് സീതയെയും അച്ഛനെയും വീഴ്ത്തി. മലയാളം വേണ്ട എന്നായിരുന്നു അന്നത്തെ സീതയുടെ തീരുമാനം. സ്വാമിജിക്കായി ആ തീരുമാനം ഞാൻ മാറ്റുന്നു, ഞാൻ വന്ന് അഭിനയിക്കാമെന്ന് സീത ഏറ്റു. മമ്മൂട്ടി, മുകേഷ്, മാളരവിന്ദൻ, സുകുമാരി, കവിയൂർ പൊന്നമ്മ, സലീമ മുതലായവരായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ട കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത്. അരുൾദാസ് സ്വാമി ഇവരെല്ലാം വീഴ്ത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. സ്വാമിയെ വേണമെങ്കിൽ പ്രൊഡ്യൂസറെന്നോ സിനിമയുടെ കൺട്രോളറെന്നോ എന്തു വേണമെങ്കിലും പറയാം. എല്ലാം റെഡിയായപ്പോൾ ഒരു വിതരണക്കാരനും വന്ന് ചാടി. 5 ലക്ഷം രൂപ തുടക്കത്തിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് വിതരണക്കാരൻ. അപ്പോൾ അക്കാലത്ത് നെഗറ്റീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കളർ ഫിലിം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെഗറ്റീവ് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരാൾ അരുൾദാസ് സ്വാമിക്ക് 30 റോള് ഫിലിം, അതായത് 12,000 അടി, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 12,000 അടിക്ക് താഴെ ഉണ്ടാവുള്ളൂ. 12,000 അടി ഫിലിം നെഗറ്റീവ് സ്വാമിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ഈ കരിഞ്ചത്തക്കാരൻ. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ സീതയും സംഘവും തലസ്ഥാനത്തെത്തി. ആക്കുളം കായലിനരികിൽ ചിത്രീകരണം ആരംഭിച്ചു. മുകേഷും സീതയുമായുള്ള സീനുകൾ, സലീമയും കവിയൂർ പൊന്നമ്മയുമായുള്ള സീനുകൾ, മാള അരവിന്ദനും കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള സീനുകൾ എല്ലാം ഭംഗിയായി ഒന്നൊന്നൊന്നായിട്ട് ചിത്രീകരിച്ചു. അങ്ങനെ ചിത്രീകരണം മുന്നേറുമ്പോൾ അതാ വരുന്നു ഒരു വാർത്ത. പടം വിതരണത്തിനെടുത്ത വിതരണക്കാരൻ ഏതോ കേസിൽപ്പെട്ട് അകത്തായി. ചിത്രീകരണം തുടരാൻ
കാശില്ല. ഷൂട്ട് നിർത്തി. നടീനടന്മാരെ പറഞ്ഞയച്ചു, ഇനി അറിയിക്കുമ്പോൾ വന്നാൽ മതിയെന്ന്. 30% ചിത്രീകരണം അപ്പോൾ കഴിഞ്ഞിരുന്നു. ഒരു വിതരണക്കാരൻ എഗ്രിമെൻ്റ് വെച്ച സിനിമ ഏറ്റെടുക്കാൻ മറ്റൊരു വിതരണക്കാരനും തയ്യാറായില്ല. സണ്ണി ജോസഫായിരുന്നു സിനിമയുടെ ഛായാഗ്രാഹകൻ. സുഗമമായി ചിത്രീകരണം തുടരുകയും മമ്മൂട്ടി കൂടി എത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നും നിൻ്റെ ഓർമ്മകളിൽ തിയേറ്ററിൽ വരുന്നതോടെ ഗോപികൃഷ്ണൻ എന്ന കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യൻ ശ്രദ്ധേയനായനെ ആ ചിത്രത്തോടെ. ആദ്യ ചിത്രം നല്ല പേരുണ്ടാക്കി, നല്ല പ്രദർശന വിജയം നേടി. രണ്ടാമത്തെ സിനിമ പാതി വഴിയിൽ നിന്നുപോയി. അതോടെ ഗോപികൃഷ്ണ എന്ന ഗോപികൃഷ്ണൻ സിനിമാ രംഗം തന്നെ വിട്ടു. പിന്നെ അദ്ദേഹം ഡോക്യുമെൻ്ററി സംവിധായകനായി മാറി. 1975 എന്ന് പറയുമ്പോൾ 51 വർഷം മുമ്പ് കേരളകൗമുദിയുടെ വാരാന്ത്യ പതിപ്പിൽ കഥ എഴുതിക്കൊണ്ടാണ് ഗോപികൃഷ്ണൻ തുടക്കമിട്ടത് സാഹിത്യരംഗത്ത്. അഖില കേരള അടിസ്ഥാനത്തിൽ 1971 SSAC നടത്തിയ ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നേടി. 1982 ജ്ഞാനം നടത്തിയ തിരക്കഥ രചനാ മത്സരത്തിൽ വേട്ട എന്ന തിരക്കഥ സമ്മാനാർഹമായി. ഈ വേട്ടയെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. 1985 പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന സിനിമ ചെയ്തു. 1995 വനപർവം എന്ന ഡോക്യുമെൻ്ററി ചെയ്തു. ദൂരദർശന് വേണ്ടി മരണം വിതയ്ക്കുന്ന പുകയിലശീലം, മിണ്ടാപ്രാണികളോട് അല്പം ദയ, 2 ഡോക്യുമെൻ്ററികൾ ചെയ്തു. ദ ജീൻ പൂൾ ഫോർ ജനറേഷൻസ് എന്ന് പറഞ്ഞിട്ട് സൈലൻറ്റ് വാലിയെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. ഞാൻ എൻ്റെ ശത്രു എന്ന നോവൽ 2017 എഴുതി. 2018 ഒരു പീഡിതയുടെ കുംഭസാരം എന്ന ചെറുകഥാ സമാഹാരം ഇറക്കി. ഞാൻ കണ്ട ഇംഗ്ലണ്ട് എന്ന യാത്രാ വിവരണവും പിന്നെ നിരവധി പുസ്തകങ്ങളും അദ്ദേഹം എഴുതി. സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള GPO ലൈനിൽ താമസിക്കുന്ന ഗോപികൃഷ്ണൻ എന്ന സംവിധായകനെ പലതവണ ഞാനെതിരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പരിചയപ്പെടാൻ തോന്നിയില്ല. അദ്ദേഹത്തെ കണ്ട ഒരു റഫാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ കയറി പരിചയപ്പെടാൻ ചെല്ലുമ്പോൾ വലിയ ഇടത്തൂടെ പറഞ്ഞാലേ നമ്മളെ സ്വഭാവം മാറില്ല. അതുകൊണ്ട് ഞാനങ്ങ് കണ്ടിട്ട് അറിഞ്ഞിടാത്ത പോലെ പോവും. ഇന്നലെ പ്രശസ്ത കഥാകാരൻ M. രാജീവ് കുമാറിൻ്റെ അദ്ദേഹത്തിന് സ്വന്തമായൊരു പ്രസിദ്ധീകരണശാലയുണ്ട്, പരിധി പബ്ലിക്കേഷൻസ്. സെക്രട്ടറിൻ്റെ എതിർവശത്താണ്. പരിധിയിൽ പോയപ്പോൾ എൻ്റെ ഇന്നലെകൾ എന്ന ഈ സംവിധായകൻ ഗോപികൃഷ്ണൻ്റെ ആത്മകഥാ പുസ്തകം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ടു. 320 രൂപയാണ് വില, കടന്ന വിലയാണെന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാനത് വാങ്ങിച്ചു. 40 വർഷം മുമ്പ് വീട്ടിലറിയാതെ സിനിമ കാണുന്ന കാലത്ത് നമ്മളെ രസിപ്പിച്ച സംവിധായകൻ്റെ പുസ്തകമല്ലേ, അതുകൊണ്ട് വായിച്ചു. രാജീവ് കുമാറിനോട് ഗോപികൃഷ്ണനെ പറ്റി ചോദിച്ചു. ഫോൺ നമ്പറുണ്ടോ എന്ന് തിരക്കി. അദ്ദേഹം നമ്പർ പറഞ്ഞു തന്നു. ഫീഡ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഫോണിൽ ഗോപികൃഷ്ണൻ്റെ നമ്പറുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം എന്ന് കരുതി. പിന്നെ വേണ്ടാന്ന് തോന്നി. താല്പര്യമില്ലാതെ സംസാരിച്ചാലോ എന്നൊരു സന്ദേഹം. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കൊറ്റാമം എന്ന ഗ്രാമത്തിലെ സ്ഥലവാസിയാണ് അദ്ദേഹം. വർഷങ്ങളായി GPO റോഡിൽ താമസിക്കുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, സിനിമ ഒരു ഭാഗ്യത്തിൻ്റെ മേഖലയാണ്. സിനിമ ഒരു ഗോഡ് ഫാദർ വേണ്ട രംഗമാണ്. സിനിമ വിജയിക്കുന്നവർക്കുള്ള കലയാണ്. ഭാഗ്യവും ഗോഡ് ഫാദറും വിജയവും ലഭിക്കാത്ത ഒരാളും സിനിമയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്തസാക്ഷി ഞാൻ തന്നെയാണ്. എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ നിർഭാഗ്യവാനുമായിരുന്നിരിക്കാൻ ഞാൻ. അപ്പോൾ എൻ്റെ സിനിമ ഓടിയതുമില്ല. 3 കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ സിനിമയിൽ ഒതുങ്ങിപ്പോയത്. ഇത് 3 ഉള്ളവരാണ് വച്ചടി വെച്ച് കയറുന്നത്. നല്ലൊരു സിനിമ, ഓടുന്ന സിനിമ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ സംവിധാനം ചെയ്തിട്ടും മലയാള സിനിമയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സംവിധായകരിൽ ഒരാളാണ് ഗോപികൃഷ്ണ. ഈ സംവിധായകന് ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ചതിയുടെ കഥ എനിക്ക് പറയാനുണ്ട്. സത്യത്തിൽ അതാണ് ഞാൻ ആദ്യം ചെയ്യാനിരുന്നത്.
പക്ഷെ അത് ചെയ്യുമ്പോൾ ഇയാൾ പറയുന്ന സംഭവമൊന്നും ആയിരിക്കില്ല, ഈ പറയുന്ന ഗോപികൃഷ്ണൻ ആര് എന്ന് ആരും ചോദിക്കാതിരിക്കാനാണ് ഗോപികൃഷ്ണൻ ആര് എന്നുള്ള എപ്പിസോഡ് ആദ്യം ചെയ്തത്.